ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പിയാണ്. ഓയിലൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എന്നാൽ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് മിക്സ് ആക്കിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള പാല് ചൂടാക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ മിൽമയുടെ ഈ ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക. അതുപോലെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, പാട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊങ്ങി വരാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വിനാഗിരിയുടെ സൊല്യൂഷന് 1 ടേബിൾ സ്പൂണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പാല് ഇതുപോലെ ഒന്ന് പിരിഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് പാലിന് നന്നായിട്ട് തന്നെ ഈ ഒരു ക്രീം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ചൂട് പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി ഇതൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഞാനിതൊന്ന് അരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ടൊന്ന് കളയാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്നിട്ട് വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഇത്ര ഒരു ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കട്ടിയുള്ള പുളിയില്ലാത്ത തൈരും കൂടെ വേണം. അത് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കട്ടിയുള്ള തൈര് തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു മയണൈസ് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ അല്ലിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് നോക്കുന്ന ടൈമിൽ ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ശേഷം കാണിക്കുന്നതാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അപ്പോൾ തന്നെ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നോർമൽ മയോണൈസ് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്